ഹായ് ഹലോ, നമ്മൾ പറയാൻ വേണ്ടി ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ മലയാള യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. ഒരു പക്ഷേ ടീച്ചർ ഓർഡർ കണ്ടത് പോലും അല്പം പ്രതീക്ഷയോടെ ഇവൻ കൊള്ളാമെന്ന് തോന്നിയ ചിത്രമായിരുന്നു ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രം. ഒരു മലയാളത്തിൻ്റെ തന്നെ യൂണിവേഴ്സാണ്. കുഞ്ഞിരാമായണം എന്ന് പറയുന്ന കഥയിൽ കുഞ്ഞിരാമായണത്തിൻ്റെ കഥയിൽ നിന്നും ആസ്പദമായിട്ട് കുറുക്കൻമൂല എന്ന് പറയുന്നതിൻ്റെ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ കഥ മുന്നോട്ട് പോകുന്നത്. ഡിക്റ്റേറ്റീവിൽ ഉജ്ജ്വലൻ ഒരു സൂപ്പർ ഹീറോ പടമാണോ, ഫാൻസ് ടൈപ്പ് പടമാണെന്ന് നമുക്കതിൽ കണ്ടറിയാം. തീർച്ചയായിട്ടും ചിത്രം റിലീസ് ടൈം പറഞ്ഞിരുന്നു മെയ് 16 ആയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം പോസ്റ്റ്പോൺ ചെയ്ത് മെയ് 23 മാറ്റിയിട്ടുണ്ട്. കാരണം തിയേറ്റർ ലിസ്റ്റുമായി ഇപ്പോൾ തന്നെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ്റെ കേരളത്തിൻ്റെ മറ്റൊരു ചിത്രമായിരിക്കാം റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് മറ്റൊരു ഡേറ്റിലേക്ക് വയ്ക്കുന്നത് തന്നെ. അല്പം പ്രതീക്ഷയും ഉണ്ട് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. നമ്മുടെ RDK അതുപോലെ തന്നെ കുഞ്ഞിരാമായണം ഗോദയ്ക്ക് സമ്മാനിച്ച സോഫിയ പോളാണ് ചിത്രത്തിൻ്റെ നിർമ്മാണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെയ് 23 റിലീസ് ചെയ്യാൻ പ്രതീക്ഷിക്കാം. എനിക്ക് അല്പം പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതെന്തായാലും ബോംബ് ആകില്ല എന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.